ചെയ്യാം. നമ്മുടെ ഇടത് കൈത്തണ്ടയിലേക്ക് ഇങ്ങനെ 1 വയസ്സ് വരെയുള്ള കുഞ്ഞിനെ പറ്റുള്ളൂ കേട്ടോ. അതിന് ശേഷമുള്ള കുട്ടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ. നേരെ ഈ കൈത്തണ്ടയിലേക്ക് കുഞ്ഞിനെ ഇങ്ങനെ കിടക്കാം. കണ്ടോ, ഇങ്ങനെ കിടക്കാം. എന്നിട്ട് കുഞ്ഞിനെ വായ് മൂക്ക് തുറന്നു പിടിക്കണം. അങ്ങനെ പിടിക്കണം. വായ് മൂക്ക് എന്ത് ചെയ്യണം, തുറന്നു പിടിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കാട്ടിനോ കാലം ഉള്ളിക്കേണ്ട പോലെ. അപ്പൊ അത് തുറന്നു പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നേരെ ഒന്നിനെ ഇതുപോലത്തെ കസേര എടുക്കുക, അല്ലെങ്കിൽ നേരത്തെ മുട്ടുത്തിക്കാം. ഇങ്ങനെ നിൽക്കാം. നേരെ കസേര ഉണ്ടെങ്കിൽ കസേര നേരെ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കാലിലേക്ക് കുഞ്ഞിനെ ഇങ്ങനെ വെക്കും. ഈ കൈയും കാലിലേക്ക് ഇങ്ങനെ വെക്കാം. ഇനിയിപ്പോ കുഞ്ഞിപ്പോ നേരെയല്ലേ ഇരിക്കണത്, കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കണം, താഴോട്ടൊന്ന് സ്റ്റോപ്പ് ആകാം. നേരെ കണ്ട ഇപ്പൊ താഴെ കുഞ്ഞ് പോയിട്ട് നമ്മുടെ കയ്യിലായിരിക്കണം. ഇവിടെ ശരിക്കും ലോക്ക് ചെയ്ത് പിടിച്ച് ചെറിയൊരു സാധനമായിട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ലോക്കാക്കി പിടിക്കാം. ഈ ഭാഗം ശ്രദ്ധിക്കണം, വായ മുമ്പ് തുറന്നുകൊണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ CPR ചെയ്യാൻ ഉപയോഗിച്ച കൈന്റെ ഈ ഭാഗം ചെയ്യാം. ഈ ഭാഗം കൊണ്ട് കുഞ്ഞിന്റെ 2 പുറംചട്ടം ഉണ്ടല്ലോ, കൈന്റെ പുറംചട്ടന്റെ നടുവിലായിട്ട് 5 ബാക്ക് സ്ലാപ്പ് 5 പ്രാവശ്യം അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിക്കല്ല, അടിച്ചമർത്തല്ല, ചെത്തി കൊടുക്കാം. ചെയ്യുന്നതാണ്. അപ്പൊ കൈ കുത്തി അടിക്കാൻ പോയത് 5 ബാക്ക് സ്ലാപ്പ് നോക്കാം. 1 2 3 4 5. ഇതൊരിക്കലും എന്ത് ചെയ്യുന്നത്, പോയി കുട്ടിയുടെ പെരടിക്ക് കൊള്ളുകയും ചെയ്യരുത്. ഇവിടെ അവസാനിക്കാം. 5 ബാക്ക് സ്ലാപ്പ്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തു പോകുന്നു. നേരെ കുഞ്ഞിനെ ഈ കൈയിലേക്ക് മാറ്റി കിടക്കാം. വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. ഉടനടി എന്ത് ചെയ്യാം, ഒരു 5 ചെസ്റ്റ് ത്രസ്റ്റും കൂടെ കൊടുക്കാൻ വേണ്ടി 1 2 3 4 5. ഇങ്ങനെ പുറത്ത് വരുന്നതുവരെ ഈ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കാം. കുഞ്ഞ് അൺറെസ്പോൺസീവ് ആയി കഴിഞ്ഞാൽ CPR കൊടുക്കുക.